കടമകളും കടപ്പാടുകളും മറന്ന് അലക്ഷ്യമായി ജീവിതം നയിക്കുന്നവരോട് ദീനുൽ ഇസ്ലാം നൽകുന്നൊരു അധ്യാപനമുണ്ട്. നീ ജീവിക്കുന്ന നിൻ്റെ സമൂഹത്തോടും നിൻ്റെ കുടുംബത്തോടും രാഷ്ട്രത്തോടും നിനക്ക് കൃത്യമായ ഉത്തരവാദിത്തങ്ങൾ നിർണയിക്കപ്പെട്ടിരിക്കുന്നു. നിൻ്റെ ഇബാദത്തുകൾ കൊണ്ട് മാത്രമല്ല ദീൻ പൂർണ്ണമാകുന്നത്, മറിച്ച് ഈ ഉത്തരവാദിത്തങ്ങൾ കൃത്യമായി നടപ്പിലാക്കുന്നതോടുകൂടിയാണ് നിൻ്റെ ദീൻ പൂർണ്ണമായി തീരുക. റീലുകളിൽ മാത്രമായി ജീവിതം ഒതുക്കുന്ന ആളുകൾ ഇന്ന് പൊതുവായി കേൾക്കുന്നൊരു വഴിയാണ് മാതാപിതാക്കളോടും ഉസ്താദുമാരോടുമുള്ള അധ്യാപകരോടുള്ള അനാദരവിനെ സംബന്ധിച്ച്. ഇവിടെ നിന്നാണ് ഇത്തരത്തിലുള്ള അനാദരവുകൾ വന്നത്. മാതാപിതാക്കൾ പോറ്റു വളർത്തിയ മാതാവിനെയും പിതാവിനെയും ആക്രമിക്കുന്ന നിലയിൽ, അവരോട് ആക്രോശിക്കുന്ന നിലയിൽ, അവരെ ചീത്ത പറയുന്ന നിലയിലേക്ക് മക്കൾ എങ്ങനെയാണോ മാറിയത്? മതബോധമില്ലാതെ, മതവിദ്യാഭ്യാസമില്ലാതെ, കേവലം തൊഴിലിന് വേണ്ടി, സമ്പാദനത്തിന് വേണ്ടി മാത്രം വിദ്യ അഭ്യസിക്കുമ്പോഴുണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ഇതെന്ന് പറയേണ്ടി വരും. അവിടെയാണ് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സന്നിധിയിലേക്ക് വരുന്നൊരു സ്വഹാബി ചോദിക്കുന്നുണ്ട്, നബിയെ യസ്തഗ്ദിനുഹു ഫിൽ ജിഹാദ്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ദീനിൻ്റെ പ്രചാരണത്തിന് വേണ്ടി ശത്രുക്കളായവരോട് പൊരുതി നിൽക്കാൻ, ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി അങ്ങനെക്ക് അനുവാദം നൽകിയാലും? നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മറുചോദ്യമാണ് ചോദിക്കുന്നത്, അഹയ്യുൻ വാലിദാക്ക, നിന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പുണ്ടോ? പ്രായമായ നിന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അതേ എന്ന മറുപടിക്ക് പകരമായി നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ഫഫീഹിമാ ജിഹാദുൻ, അവർ രണ്ടുപേരിലുമാണ് നിന്റെ ജിഹാദ്. എങ്ങനെയാണ് സ്വശരീരത്തെ അവരുടെ ഖിദ്മത്തിന് വേണ്ടി, അവരുടെ സംരക്ഷണത്തിന് വേണ്ടി, അവരുടെ പരിചാരണത്തിന് വേണ്ടി, അവരെ സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടി, അവരുടെ ദുഃഖങ്ങളെ മാറ്റുന്നതിന് വേണ്ടി, അവരുടെ രോഗിയായി കഴിയുന്ന മാതാപിതാക്കളാണെങ്കിൽ അവരുടെ രോഗത്തിന് ആശ്വാസമേകുന്ന കാര്യങ്ങളെ, ശുശ്രൂഷയെ നൽകുന്നതിലാണ് നിന്റെ ജിഹാദ്. പരിത്യാഗമെന്നുള്ളത് നിന്റെ ശരീരത്തെയും മനസ്സിനെയും അർപ്പിക്കേണ്ടത് അവിടെയാണ്. ദീനുൽ ഇസ്ലാമിൽ ദീനിൻ്റെ പ്രചാരണത്തിനെതിരായി വരുമ്പോൾ അവർക്കെതിരെ ഡിഫെൻഡ് ചെയ്യാൻ, പ്രതിരോധിക്കാൻ, അതിനുണ്ടാകുന്ന മഹത്വം, ആ മഹത്വത്തിന് മുന്നിലായി, ആ മഹത്വം നേടിയെടുക്കുന്നതിൻ്റെ ആഗ്രഹത്തിലായി വന്നു ചേർന്ന സ്വഹാബിയോട് പറഞ്ഞത്, നീ നിന്റെ മാതാപിതാക്കളെ പരിചരിക്കണമെന്നാണ്. ഇങ്ങനെ പഠിപ്പിക്കുന്ന ദീനിനെ, മതബോധം നൽകുന്നത് ഈ സമൂഹത്തിൽ എങ്ങനെ ജീവിക്കണമെന്ന് പഠിപ്പിക്കാനാണ്. നിന്റെ കുടുംബത്തോട് നീ എങ്ങനെ പെരുമാറണമെന്ന് പഠിപ്പിക്കാനാണ്. നിന്റെ ഭാര്യയോടും മക്കളോടും നീ എപ്രകാരമായിരിക്കണം, നിന്റെ രാഷ്ട്രത്തോട് നീ കൂറുള്ളവനായിരിക്കണം, നിന്നെ പടച്ചു പരിപാലിക്കുന്ന റബ്ബിനോട് നന്ദിയുള്ളവനായിരിക്കണം എന്ന് പഠിപ്പിക്കുന്ന മതത്തെ എപ്പോഴാണ് ഒരു നേരം പോക്കായി മാറിയത്? എപ്പോഴാണ് ആ വിദ്യാഭ്യാസം ആവശ്യമില്ലാതായി മാറിയത് എന്ന് ചിന്തിക്കേണ്ടത് അനിവാര്യമാണ്, അത്യാവശ്യമാണ്. സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നുണർത്തുകയാണ്.